ഒന്നര മാസം മുമ്പ് നടത്താനിരുന്ന ക്നാനായ കോൺഗ്രസിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് മുടക്കപ്പെട്ട മെത്രാനും തങ്കനും കൂടി കഴിഞ്ഞ ദിവസം നടത്തി ഇഷ്ടക്കാരെ തെരഞ്ഞെടുത്തത്. മുടക്കപ്പെട്ട മെത്രാൻ പള്ളികളിൽ കൽപ്പന അയച്ചിരുന്നത് കേന്ദ്ര ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പെന്ന് മാത്രമാണ്. സാധാരണ മേഖലയിലേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് പിന്നീട് മേഖലയിൽ വെച്ചാണ് നടത്താറുള്ളത്. അങ്ങനെയിരിക്കെ സെക്രട്ടറിയും കൂട്ടരും മേഖലകളിലെ ഭാരവാഹികളായ ഏകദേശം 60ഓളം പേരെ പാനലിലൂടെ അവതരിപ്പിച്ചു. ഇങ്ങനെ പാനൽ അവതരിപ്പിക്കുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന സമുദായ വിശ്വാസ സംരക്ഷകർ ഞെട്ടിപ്പോയി. അവർക്ക് ഒരു കരുതലുമില്ലായിരുന്നു. ഒടുവിൽ ആ പാനലിന് എതിരായിട്ട് 5 പേർ മത്സരിച്ചു. വൈദികർ ഉൾപ്പെടെ 131 പേർ ഇന്ന് ഇലക്ഷനിൽ പങ്കെടുത്തു. 5 ഭാരവാഹികൾക്കുള്ള ഇലക്ഷൻ മാത്രം നടന്നു. 68 വോട്ട് മേടിച്ച് സമുദായ വിശ്വാസ സംരക്ഷകരുടെ സ്ഥാനാർത്ഥി ബിനു കുരുവിള കല്ലേമണ്ണിൽ മാത്രം വിജയിച്ചു. ബിനുവിനോടൊപ്പം മത്സരിച്ച ബാക്കി 4 പേരും 50-ൽ കുറയാത്ത വോട്ടുകൾ നേടി. ഇത് ഏകാധിപത്യത്തിന് എതിരെയുള്ള ഒരു താക്കീത് മാത്രമാണ്. സർവമാന ആശീർവാദങ്ങളോടും കൂടെ 1.5 മാസത്തെ കഴിഞ്ഞ പ്രയത്നത്തിൽ 10 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചവരാണ് മുടക്കപ്പെട്ട മെത്രാൻ്റെ സ്ഥാനാർത്ഥികൾ. വെറും 1.5 ദിവസത്തെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് സമുദായ വിശ്വാസ സംരക്ഷകർ 50-ൽ പരം വോട്ട് മേടിച്ച് പരാജയപ്പെട്ടത്. പക്ഷേ അവരാണ് ശരിക്കും വിജയിച്ചത്. ഇത് ഒരു മാറ്റത്തിന് തുടക്കമാണ്. സമുദായത്തിൽ പല സംഘടനകളുണ്ട്. ക്നാനായ കോൺഗ്രസ്, KYA, വനിതാ സമാജം, സുവിശേഷ സമാജം, സൺഡേ സ്കൂൾ പ്രസ്ഥാനം ഇവയെല്ലാം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ തന്നെയാണ്. നാളിതുവരെ ഇതിൻ്റെ കാര്യങ്ങളിൽ സമുദായ സെക്രട്ടറിമാരോ മറ്റ് ഭാരവാഹികളോ കൈകടത്താൻ ചെന്നിട്ടില്ല. എന്നാലിപ്പോൾ എല്ലാ സംഘടനകളും എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കണമെന്ന് തങ്കനും മുടക്കപ്പെട്ട മെത്രാനും വിചാരിക്കുന്നത് തെറ്റായ ഒരു നടപടിയാണ്. ഇത് സമുദായത്തിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള പോക്കിന് ദോഷകരമായ നടപടികളാണ്. സമുദായത്തിൻ്റെ അടിവേരിളക്കും. ഈ നിലപാടുകൾ തിരുത്തപ്പെടേണ്ടതാണ്. ഇതിനെതിരെ ശക്തമായി ക്നാനായ കമ്മിറ്റി അംഗങ്ങൾ പ്രവർത്തിക്കണം. സമുദായത്തിലെ ചെറുതും വലുതുമായ ഭക്ത സംഘടനകളെ ഹസ്തകരങ്ങളിൽ നിന്ന് സംരക്ഷിക്കണം. ക്നാനായ സമുദായ വിശ്വാസ സംരക്ഷകർ ജ്ഞാനായ സമുദായ ഭരണഘടനയോടും കൂറും വിധേയത്വവും പുലർത്തി തന്നെയാണ് നിലനിൽക്കുന്നത്. സമുദായത്തെ ഹൈജാക്ക് ചെയ്യാൻ വരുന്നവരെ സമുദായക്കാർ തിരിച്ചറിയുക. ക്നാനായ സമുദായം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ചിന്തിക്കുക. തൽക്കാലത്തേക്കാണ് നിങ്ങളെ ഭരിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. സമുദായത്തിൽ വികസനം ഉണ്ടാകണം. വികസനത്തിൻ്റെ പേരും പറഞ്ഞ് സമുദായത്തെ കാർന്ന് തിന്നരുത്.